का एक और आशीषित मौका देने के लिए मैं परमेश्वर को धन्यवाद देता हूँ। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ശ്രേഷ്ഠമായ പ്രാർത്ഥനയുടെ മർമ്മങ്ങളെക്കുറിച്ച്. पिछले दिनों में हम प्रभु ने हमें जो उत्तम प्रार्थना करने के तरीके के बारे में दिखाया, उसके कुछ भेदों को हम सीख रहे थे। കർത്താവിനെ അല്ലെങ്കിൽ സർവശക്തനായ പിതാവാം ദൈവത്തെ നാം അറിയുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പരമപ്രധാനമായ അടിസ്ഥാനം. मसीही जिंदगी की सबसे महत्वपूर्ण नींव ये है कि हम पिता परमेश्वर को जानें। നമ്മൾ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഷോപ്പിംഗ് മാൾസ്. അവിടെ രാത്രിയില് കറന്റ് ഇല്ലാത്ത ഒരവസ്ഥ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? हमने बड़े बड़े शॉपिंग मॉल्स देखे होंगे। आप थोड़ा सोच के देखिए, रात का समय ऐसे शॉपिंग मॉल में अगर बिजली ना हो तो वहां के हालात क्या होंगे। കറണ്ട് ഉണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ എത്ര മനോഹരമാണത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള മനോഹരമായ ഷോപ്പിംഗ് മാളുകളാണ്. എന്നാൽ ഇലക്ട്രിസിറ്റി ഇല്ലാതിരിക്കുമ്പോഴുള്ള അതിൻ്റെ അവസ്ഥ നമുക്ക് വ്യക്തമായിട്ടും തിരിച്ചറിയുവാനായിട്ട് കഴിയും. अगर बिजली है तो दूर से वो कितने सुंदर नजर आते हैं, बाहर से जब आप देखते हैं तो अलग अलग रंग की लाइट से बहुत खूबसूरत तरीके से उसे सजाया होता है। लेकिन हम सोच सकते हैं अगर वहां पे बिजली नहीं है तो वहां की हालत कैसी होगी। നമ്മൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ സഹോദരങ്ങളെ. ആ ഷോപ്പിംഗ് മാളിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന മെയിൻ സ്വിച്ച് ഒരാൾ ഓഫ് ചെയ്തത് കൊണ്ടാണ് ആ കറന്റ് അവിടെ കിട്ടാതെ വന്നിരിക്കുന്നതെങ്കിൽ അത് എത്ര കഷ്ടമാണ്, എത്ര ദുഃഖമാണ്. थोड़ा इस तरह से सोच के देखिए भाइयों कि अगर किसी व्यक्ति ने वहां का मेन स्विच बंद कर दिया इसलिए वहां की बिजली चली गई है तो वो कितनी दुख की एक बात होगी। ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ദുഃഖത്തിന്റെ അവസ്ഥ, ആ കഷ്ടത്തിന്റെ അവസ്ഥ, ആ നിരാശയുടെ അവസ്ഥ നമുക്ക് മാറ്റുവാൻ കഴിയും. ആരെങ്കിലും ഒരാള് ആ മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. वो दुख, वो निराशा, वो कष्ट का जो समय है वो एक पल में दूर हो सकता है अगर कोई भी एक व्यक्ति उस मेन स्विच को फिर से ऑन कर दे। അത് ഓൺ ചെയ്യുന്ന നിമിഷം ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കിയേ, എന്തെല്ലാം മാറ്റമാണ് പെട്ടെന്ന് അവിടെ സംഭവിക്കുന്നത്. ലൈറ്റുകളെല്ലാം കത്തും, ഫാനുകളെല്ലാം ഓണാകും, എയർ കണ്ടീഷൻസ് വർക്ക് ചെയ്യും, ടെലിവിഷൻ വർക്ക് ചെയ്യും, എല്ലാം ലൈവായിട്ട് മാറും ഒരൊറ്റ നിമിഷം കൊണ്ട്. आप सोच के देखिए, उसे ऑन करते ही कितने बदलाव वहां पर आते हैं। सारी लाइट्स जल जाती है, पंखे चलने लगते हैं, एसी काम करने लगते हैं, हर तरह के कितने सारे बदलाव उस एक ही पल में वहां पर आते हैं। അത് മാത്രമല്ല, അവിടെ നിന്നൊരു വലിയ ഹുറേന്നൊരു വലിയ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. കാരണം ഇരുട്ടിൽ തപ്പി നടന്നവർക്ക് വെളിച്ചം പെട്ടെന്ന് കിട്ടി. അതിന്റെ സന്തോഷത്തിന്റെ ഒരു ആരവം അവിടെ കേൾക്കാനായിട്ട് കഴിയും. इतना ही नहीं, एक बड़ा शोर भी सुनाई देगा, क्योंकि जो पहले अंधेरे में टटोल रहे थे वो रोशनी को दिखते ही एकदम से खुशी के मारे चिल्ला उठेंगे, वो शोर भी सुनाई देगा। സഹോദരങ്ങളെ, ഇതുപോലെയാണ്. അതായത് ഓഫായി കിടന്നിരുന്ന ഒരു മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം പോലെയാണ് ജീവിതത്തിൽ ഏത് അന്ധകാരത്തിന്റെ അവസ്ഥയിലാണെങ്കിലും, ഏത് ശാപത്തിന്റെ അവസ്ഥയിലായാലും, ഏത് കഷ്ടത്തിന്റെ അവസ്ഥയിലായാലും ദൈവം ആര്, എൻ്റെ പിതാവ് ആര് എന്നൊരു റെവലേഷൻ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും ഒരൊറ്റ നിമിഷം കൊണ്ട് മാറും. जैसे बंद पड़े मेन स्विच को ऑन किया जाता, उससे जो बदलाव आते हैं बिल्कुल वैसा ही है। चाहे हम कितने भी शाप में पड़े हों, अंधकार में पड़े हों, कष्टों में पड़े हों, सिर्फ एक प्रकाशन की परमेश्वर मेरा पिता है, वो प्रकाशन हमारी जिंदगी में आते ही एक पल में सब कुछ बदल जाता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇതിനകത്ത് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും, ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്, പൂർണ്ണ സന്തോഷവതിയാണ് എന്ന്? मेरे प्यारे भाइयों, मुझे जो आप सुन रहे हैं, सुनते समय आप अपनी व्यक्तिगत जिंदगी को एक बार जांच कर देखिए। आप में से कितने लोग ये कह सकते हैं कि मैं पूरी तरह से खुश हूं, आनंदित हूं। എൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്, ഞാൻ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് ഇതിനകത്ത് എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും?
यहाँ कितने लोग ये कह सकते हैं कि मेरे अंदर शांति है, मेरे अंदर खुशी है, मैं चैन से जीने वाला परमेश्वर का एक बच्चा हूँ, उसकी संतान हूँ। അതിന്റെ കാരണമാണ് ഇന്നത്തെ രാത്രി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്ന ബാക്കി ഭാഗത്തിൽ നാം കണ്ടെത്തുവാൻ പോകുന്നത് അതിന്റെ കാരണമാണ്. और उसी का कारण आज हम देखने जा रहे हैं। पिछले दिनों में हमने जो सीखा उसके अगले हिस्से की ओर, उनके कारणों की ओर हम आ रहे हैं। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യത്തെ വാക്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള വാക്യമാണ്. पिछले दिनों में हमने ये सीखा कि प्रभु ने अपनी प्रार्थना जो बताई उसमें सबसे पहले उसने ये सिखाया कि हे हमारे पिता तू जो स्वर्ग में है। ആ പിതാവിനെ കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഒന്ന്, ഹീസ് എ ലവിങ് ഫാദർ. രണ്ട്, ഹീസ് എ ഹോളി ഗോഡ്. മൂന്ന്, ഹീസ് ദ സോവറിൻ ഗോഡ്. और उस पिता के बारे में सुनने पर तीन बातें पिछली बार हमने सुनी। वो ये कि वो एक प्रेमी पिता है, दूसरा पवित्र परमेश्वर है, और तीसरा सर्वोच्च शासक है। ഈ മൂന്ന് കാര്യങ്ങളും നമ്മളെ കൊണ്ടുവരുന്നത് ഒരു ശ്രേഷ്ഠമേറിയ പദവിയിലേക്കാണ്. ഈ മൂന്ന് തലത്തിൽ നാം ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അവിടുന്ന് കരുണയുള്ള പിതാവാണെന്ന്, സ്നേഹിക്കുന്ന പിതാവാണെന്ന്, കരുതുന്ന പിതാവാണ് എന്നുള്ള അറിവ്, അത് മാത്രമല്ല അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണെന്നുള്ള അറിവ്, അവിടുന്ന് സർവാധിപതിയായ പരമാധികാരിയായ സർവശക്തനായ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ എത്തിക്കുന്നത് ശ്രേഷ്ഠമേറിയ ഒരു പദവിയിലേക്കാണ്. ये तीनों बातें हमें एक उत्तम पद की ओर, ओहदे की ओर लेकर आती। जब हमें पता चलता है कि हमारा परमेश्वर वो एक प्रेमी पिता है, वो देखभाल करने वाला, हमारी परवाह करने वाला एक पिता है। सिर्फ इतना ही नहीं, वो सर्वोच्च शासक भी है और वो पवित्र परमेश्वर भी है। ये तीनों बातें जिनकी जानकारी जब हमें मिलती है तो हमें एक उत्तम पद की ओर, ओहदे की ओर ये लाती है। ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകനാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എങ്ങനെയാണ്? നിങ്ങളുടെ പിതാവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? जब मैं ये कहता हूं कि मैं परमेश्वर की संतान हूं या परमेश्वर का बेटा हूं, जब हर एक आप में से हर एक ये कहता है कि मैं परमेश्वर की संतान हूं, तो आप अपने पिता के बारे में आपका विचार क्या है, उसको आपने किस तरह से जाना है? നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടിയിട്ടുണ്ട്. അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയോ പ്രതീക്ഷയോ ഇല്ല. അവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അവർക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. നാളത്തെ ദിവസങ്ങൾ എങ്ങനെ കഴിയുമെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അവർക്ക് രാത്രിയാകുമ്പോൾ ഏത് വീട്ടിലേക്ക് പോകണമെന്ന് തങ്ങൾക്കൊരു വീട് ഇല്ല. തങ്ങൾക്ക് എവിടോട്ട് പോകണമെന്ന് അറിയത്തില്ല. നാളത്തെ ആഹാരം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. നാളെ സുഖമില്ലാതെ വന്നാൽ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വലിയവരെയാണ് നമ്മൾ അനാഥർ എന്ന് വിളിക്കുന്നത്. हमने अपनी जिंदगी में बहुत से अनाथ बच्चों को देखा होगा, जिनकी जिंदगी में कोई आशा नहीं होती, कोई उम्मीद नहीं होता, कल के बारे में उनकी जिंदगी में कोई आशा नहीं होती। उनको पता नहीं रात के समय वो कहाँ जाके सोएंगे, कहाँ रहेंगे, कल के समय उनका क्या होगा, उनके भोजन का क्या होगा, किसी बात की कोई उनको उम्मीद, कोई आशा नहीं है। ऐसे बच्चों को या बड़ों को हम अनाथ कहते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ധനവാനായ ഒരു മനുഷ്യൻ കടന്നു വന്ന് ആ കുഞ്ഞിനെ ലീഗലി അഡോപ്റ്റ് ചെയ്തതിനു ശേഷം ആ ധനവാനായ മനുഷ്യന്റെ ഭവനത്തിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരത്തില്ലേ? ऐसे एक अनाथ बच्चे को अगर एक धनवान व्यक्ति आकर कानूनी तरीके से गोद लेता है, गोद लेकर उसे अगर वो अपने घर ले जाता है, तो क्या उस बच्चे की जिंदगी के हालातों में बदलाव नहीं आएंगे? ആ കൊട്ടാര സമാനമായ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അത് മാത്രമല്ല തന്റെ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന വലിയവനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടെ ജീവിക്കുമ്പോൾ ആ കുഞ്ഞു ജീവിക്കുന്നത് താൻ തെരുവിൽ കഴിഞ്ഞ അനാഥത്വത്തിന്റെ വഴിയിലാണോ അതോ ശ്രേഷ്ഠമേറിയ സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും അനുഭവത്തിലാണോ? उस राजमहल जैसे बड़े आलीशान घर में आने के बाद और जब अपने पिता के साथ में वो पूरी आजादी, पूरी स्वतंत्रता के साथ जी रहा है, तो क्या उस समय भी वो उस एक सड़क पे जीने वाले बेसहारा अनाथ की तरह जिंदगी बिताएगा, या फिर वो पूरे सौभाग्य के साथ पूरी वहां की सुख सुविधा के अनुसार जिंदगी बिताएगा? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വലിയൊരു വിഭാഗം ദൈവമക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഈ മാറ്റം സംഭവിച്ചിട്ടില്ല. मुझे सुनने वाले भाइयों, बहुत से लोग जो खुद को विश्वासी या मसीही कहते हैं, उनकी जिंदगी में भी ये बदलाव नहीं आए।
അവരെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവരെ അലട്ടിയിരുന്ന എല്ലാ ഭാരങ്ങളും വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷവും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. विश्वास में आने से पहले जिन बोझ से वो परेशान थे, वो सारे के सारे बोझ विश्वास में आने के बाद भी आज भी उनको परेशान करते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടോ? मेरे भाइयों, क्या आपके दिल के अंदर ये इच्छा है कि इससे एक बदलाव आपको चाहिए? ഇതിനകത്തൊരു മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ നാം വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് പ്രയോജനം എന്താണ്? अगर इसमें कोई बदलाव नहीं आता है तो फिर हमारे विश्वास में आने का फायदा क्या हुआ? ഇതില് നമുക്കൊരു മാറ്റം വന്നില്ല എങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ നമുക്ക് എങ്ങനെ കഴിയും? अगर इसमें हमारी जिंदगी में कोई बदलाव नहीं आया है तो फिर हम दूसरों को सुसमाचार कैसे सुनाएंगे? നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, നമ്മുടെ മുഖത്തൊരു പ്രസന്നതയില്ല എങ്കിൽ ഈ സുവിശേഷവുമായി നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഈ യേശു കർത്താവിനെ കുറിച്ച് എന്താണ് പറയുവാൻ കഴിയുക? अगर हमारी जिंदगी में आनंद नहीं है, हमारी जिंदगी में शांति नहीं है, चेहरे पर कोई खुशी नहीं है, तो फिर हम दूसरों के पास इस सुसमाचार को ले जाकर उनको इसके बारे में क्या बताएंगे? കർത്താവ് നമ്മളെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം താഴേക്ക് വായിച്ചു വരുമ്പോൾ അതേ അധ്യായത്തിന്റെ, അതായത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. और प्रभु प्रार्थना के बारे में सिखाते समय आगे जब उसी मत्ती 6 अध्याय के 25वें वचन में जो बताता है वो मैं आपको पढ़कर सुनाता हूँ। കർത്താവിന്റെ ദാസൻ അതൊന്ന് വായിക്കാമോ ഹിന്ദിയില്? 25वें वचन से, मत्ती 6 का 25 से। इसलिए मैं तुमसे कहता हूं कि अपने प्राण के लिए यह चिंता न करना कि हम क्या खाएंगे और क्या पिएंगे, और न अपने शरीर के लिए कि क्या पहनेंगे। क्या प्राण भोजन से और शरीर वस्त्र से बढ़कर नहीं? आकाश के पक्षियों को देखो, वे न तो बोते हैं, न काटते हैं और न खत्तों में बटोरते हैं, फिर भी तुम्हारा स्वर्गीय पिता उनको खिलाता है। क्या तुम उनसे अधिक मूल्य नहीं रखते? तुम में कौन है जो चिंता करके अपनी आयु में एक घड़ी भी बढ़ा सकता है? और वस्त्र के लिए क्यों चिंता करते हो? जंगली शोषणों पर ध्यान करो कि वे कैसे बढ़ते हैं। वे न तो परिश्रम करते न काटते हैं। तो भी मैं तुमसे कहता हूं कि सुलेमान भी अपने सारे वैभव में उनमें से किसी के समान वस्त्र पहने हुए न था। इसलिए जब परमेश्वर मैदान की घास को, जो आज है और कल भाड़ में झोंकी जाएगी, ऐसा वस्त्र पहनाता है, तो हे अल्प विश्वासियों, तुमको वह इनसे बढ़कर क्यों न पहनाएगा? इसलिए तुम चिंता करके यह न कहना कि हम क्या खाएंगे या क्या पिएंगे या क्या पहनेंगे, क्योंकि अन्य जातीय इन वस्तुओं की खोज में रहते हैं, पर तुम्हारा स्वर्गीय पिता जानता है कि तुम्हें इन सब वस्तुओं की आवश्यकता है। इसलिए पहले तुम परमेश्वर के राज्य और उसके धर्म की खोज करो, तो ये सब वस्तुएं भी तुम्हें मिल जाएंगी। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് അറ്റ് ഓൾ. भाइयों, हमने यहाँ पे सुना कि किसी भी बात की चिंता न करो। വറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈലന്റ് കില്ലർ. चिंता एक खामोश हत्यारिन है। നിങ്ങൾ അറിയുമോ അറിയത്തില്ലയോ എന്ന് എനിക്ക് അറിയുകയില്ല. സൈക്കോളജി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ആങ്ഷൈറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകയാണ്. मुझे नहीं पता कि आप जानते हैं कि नहीं, जो साइकोलॉजी मनोविज्ञान की शिक्षा को पाए हुए, उसको जानने वाले लोग, उनको पता है कि जब जरूरत से ज्यादा चिंताएं हमारे अंदर आती है तो वो अंदर ही अंदर हमें खाती जाती है। എപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സമയം ലഭിക്കുന്നില്ല. കാരണം എപ്പോഴും സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സ്വയം ശപിച്ച്, അപകർഷതാബോധത്തിൽ, നിരാശയുടെ പടുകുഴിയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവൻ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ സ്വയം ശപിച്ച് ഓരോ ദിവസവും ഇല്ലാതാവുകയാണ്. जो व्यक्ति जरूरत से ज्यादा बोझ में जीता है वो कभी भी खुश नहीं रह पाता। उसके अंदर हमेशा हीनता की भावना रहती है, खुद को वो हमेशा कोसता रहता है। कल के बारे में, उसके बारे में सोचने की भी क्षमता उसके अंदर नहीं होती है। बस ये बोझ, ये हीनता, ये निराशा उसे खाई जाती है। ഇവിടെ വായിച്ചു കേട്ട വചനഭാഗത്തിൽ പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾ എന്ത് തിന്നും,
എന്ത് കുടിക്കും, എന്തുടുക്കും, ആ 3 കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ സകല ആവശ്യങ്ങളും വരും. നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. यहाँ पे जो 3 बातें चिंता के बारे में बताई गई है कि हम क्या खाएंगे, क्या पिएंगे, क्या पहनेंगे, अगर इन तीनों के बारे में हम अध्ययन करें तो इनमें हमारी जिंदगी की सारी जरूरतें आ जाती है। और हमारा पिता कहता कि तुम्हें इसके बारे में कोई चिंता करने की जरूरत नहीं है। ഇവിടെ എഴുതിയിരിക്കുന്നു, അത് ജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവരാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ്ഡ് ആവുന്നത്. यहाँ पर लिखा है कि अन्य जातीय लोग इन बातों की खोज में रहते हैं, यानी जो परमेश्वर को नहीं जानते वो इन बातों की चिंता कर करके परेशान रहते हैं। അത്യുന്നതനായ ഒരു ദൈവം നമുക്ക് പിതാവായി വരുമ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾക്കത് ഞാൻ തരും, കാരണം നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്ന് നിങ്ങളെ മുന്നോട്ട് നടത്തുവാൻ, നിങ്ങളെ പരിപാലിക്കുവാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിങ്ങൾക്കൊരു പിതാവുണ്ട്. परम प्रधान परमेश्वर जब हमारा पिता बनकर आता है तो प्रभु ये कह रहा है कि मैं तुम्हारी जरूरतों को पूरा करूंगा, तुम्हें बस सिर्फ मुझ पर विश्वास करना है, मैं तुम्हारी देखभाल करूंगा, मैं तुम्हें चलाऊंगा, मैं तुम्हारा पालन पोषण करूंगा। ऐसा हमारी देखभाल करने वाला, हमारी जरूरतों को पूरा करने वाला हमारा एक परमेश्वर पिता स्वर्ग में है। ഇവിടെ 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. 33वें वचन में हम पढ़ते हैं कि इसलिए पहले तुम परमेश्वर के राज्य और उसके धर्म की खोज करो तो ये सब वस्तुएं भी तुम्हें मिल जाएंगी। ഇവിടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ അലട്ടുന്ന പ്രശ്നവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? भाइयों, क्या आपने इस बात के विषय में कभी खुद को जांचा है? आपको परेशान करने वाली जो बात है, आपकी चिंता का जो विषय है, क्या पिछले दिनों में कभी आप अपने उस विषय को लेकर प्रभु के सामने बैठे हैं? നമ്മുടെ വിഷയങ്ങളുമായി നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പോകാറുണ്ട്, വിഷയങ്ങളുമായി നാട്ടുകാരുടെ അടുത്ത് പോകാറുണ്ട്, വിഷയങ്ങളുമായി ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകാറുണ്ട്, വിഷയങ്ങളുമായി സഭയിലുള്ളവരുടെ അടുത്ത് പോകാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ മനുഷ്യരുടെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് അവിടുത്തെ കരങ്ങളിൽ ഈ വിഷയത്തെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? हम अपनी समस्याओं को लेकर अपने दोस्तों के पास में जाते हैं, गांव वालों के पास में जाते हैं, अपनी समस्याओं को लेकर हम रिश्तेदारों के पास में जाते हैं, अपनी कलीसिया के लोगों के पास हम अपनी समस्याओं के बारे में जाकर बात करते हैं। पर मेरा सवाल ये है कि क्या हमने कभी भी अपनी समस्याओं को प्रभु के सामने ले जाकर उसके चरणों पर बैठकर क्या उससे कभी प्रार्थना की है, क्या उससे कभी पूछा है? ഇവിടെ പറയുന്നു, 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ചേർക്കപ്പെടും. 33वां वचन कहता है पहले परमेश्वर के राज्य और धर्म की खोज करो तो ये सब वस्तुएं तुम्हें मिल जाएंगी। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഗ്യാരണ്ടിയോടെ ഞാൻ ഇന്നത്തെ രാത്രി നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് അവന്റെ പ്രമാണത്തിൽ നിന്ന് കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സകല ആവശ്യങ്ങളും, ഹല്ലേലൂയ, സകല ആവശ്യങ്ങളും അതാത് സമയങ്ങളിൽ നിവർത്തിച്ചു തരുവാൻ തക്കവണ്ണം ഈ കർത്താവ് ശക്തനാണ്. मेरे भाइयों, मैं आज गारंटी के साथ आपसे कहना चाहता हूं, अगर आप प्रभु से प्रेम करते हैं, प्रभु के वचन पर बने रहते हैं, उसके वचन पर विश्वास करते हैं, तो आपकी सारी जरूरतों को समय समय पर पूरा करने के लिए हमारा ये परमेश्वर सामर्थी है। നമ്മൾ നാളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിന്റെ 90% 99% നടക്കുന്ന കാര്യങ്ങളല്ല, വെറുതെ നമ്മൾ ചിന്തിക്കുന്നതാ. कल के बारे में हम जिन बातों को लेकर सोच सोच कर परेशान होते हैं, उनमें से 90 नहीं 99% बातें भी होने वाली नहीं है, उसके बारे में हम बेकार में ही परेशान होते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പിശാചാണ്. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ സ്വസ്ഥത കളയണം, നമ്മുടെ വിശ്വാസം കളയണം, നമ്മുടെ സന്തോഷം കളയണം, നമ്മുടെ കുടുംബജീവിതം തകർത്ത് കളയണം, അതിൽ സ്വസ്ഥതയില്ലാതെ അലഞ്ഞു നടക്കണം. അതിനുവേണ്ടി നാളത്തെ കാര്യങ്ങളെ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പിശാച് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോവുകയാണ്. मेरे भाइयों, ये सारी बातें शैतान हमारे सामने लाता है। कल के बारे में चिंताओं को हमारे मन में लाकर वो हमारे मन की शांति को नष्ट करना चाहता है, हमारे आनंद को नष्ट करना चाहता है, हमारी खुशी को बर्बाद करना चाहता है, हमें निराशा से भरना चाहता है, हमारी पारिवारिक जिंदगी को तोड़ना चाहता है, ताकि हम हमेशा भटकते रहें, बर्बादी में रहें।
ഭാവിയെക്കുറിച്ച് അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് സർവശക്തനായ നമ്മുടെ കർത്താവാണ്. പിശാചിന് പോലും നാളെ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പിശാചിന് പറയാൻ കഴിയില്ല, അവൻ അറിയുകയുമില്ല. भविष्य के बारे में सिर्फ एक ही व्यक्ति जानता है और वो हमारा सर्वशक्तिमान परमेश्वर है। शैतान को भी ये नहीं पता कि कल इस समय हमारी जिंदगी में क्या होने वाला है, वो इसके बारे में नहीं जानता है। പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, പിശാച് പറയുന്ന കള്ളങ്ങളെ അവൻ ചിന്തിക്കുകയും അതിനെ ഓർത്ത് ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ താൻ അറിയാതെ തന്നെ തന്റെ ജീവിതം നഷ്ടപ്പെടുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. पर मनुष्य क्या करता है, शैतान के बोले गए झूठ को सच मान बैठता है, उसके बारे में चिंतित होने लगता है, परेशान होने लगता है, और उससे क्या होता है, एक तो वो चिंता करने लगता है और दूसरा परमेश्वर से दूर होने लगता है। റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. रोमियो 8 के 28 में लिखा, हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई ही को उत्पन्न करती हैं, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाए गए हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഭാരം ഉളവാക്കുന്നതാണെങ്കിൽ തന്നെയും, പ്രയാസം ഉളവാക്കുന്നതാണെങ്കിൽ തന്നെയും, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണെങ്കിൽ തന്നെയും ഈ വാഗ്ദത്തം നമുക്കുണ്ട്, അത് നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. मेरे भाइयों, अगर हम परमेश्वर की इच्छा से बुलाए गए हैं, अगर हम परमेश्वर से प्रेम करते हैं, अगर हम परमेश्वर पर विश्वास करते हैं, तो चाहे अभी हमारी जिंदगी में हमारे आसपास जो कुछ हो रहा है वो हमें परेशान करने वाला होगा, वो हमें दुखी करने वाला होगा, वो हमें बोझिल करने वाला होगा, पर इस वचन का वायदा हमारे लिए है कि उन सारी बातों के द्वारा परमेश्वर हमारी जिंदगी में भलाई को उत्पन्न करेगा। ഹല്ലേലൂയ. ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, കർത്താവിനെ അറിയുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മെ ദൈവം എങ്ങനെ നടത്തുമെന്നും നമുക്ക് വേണ്ടി ദൈവം എന്ത് കരുതിയിരിക്കുന്നുവെന്നും എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. हमारे जन्म लेने से पहले, प्रभु को जानने से पहले हमारे बारे में ये परमेश्वर की योजना में शामिल है कि वो हमें कैसे चलाएगा, किस तरह से वो हमें आगे बढ़ाएगा, किस तरह से वो हमारी जरूरतों को पूरा करेगा, ये सब उसकी योजना में शामिल है। 139-ാം സങ്കീർത്തനത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിന്റെ കണ്ണ് നമ്മളെ കണ്ടിരിക്കുന്നുവെന്ന്. 139वें भजन संहिता के 13वें वचन से आगे के वचनों में हम देख सकते हैं, परमेश्वर ने बड़े साफ तरीके से बताया है कि माँ की गर्भ में जन्म लेने से पहले ही परमेश्वर ने हमें देखा और जाना। ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരുപക്ഷെ ആരെങ്കിലും അനാഥരായിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ ഏതെങ്കിലും സാധു കുടുംബത്തിൽ ജനിച്ചവരായിട്ടുണ്ടായിരിക്കാം, ഏതെങ്കിലും വ്യക്തികൾ ദാരിദ്ര്യത്തിൽ വളരെ ജീവിക്കുന്നവരുണ്ടായിരിക്കാം, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരായിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ഈ വായിക്കുവാൻ പോകുന്ന വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാവി ഈ കഴിഞ്ഞ നാളുകളെ പോലെ ആകെയില്ല, അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലാക്കും മാറ്റപ്പെടുക. मेरे भाइयों, हो सकता है मुझे सुनने वाले आप में से कोई अनाथ हो, या कोई सीधे साधे साधारण परिवार में पला बड़ा हो, या कोई गरीबी के हालातों में जी रहा हो, लेकिन जो वचन मैं पढ़ने जा रहा हूं उसके प्रकाश में मैं आपको कहना चाहता हूं कि आपका आने वाला भविष्य अभी तक के या पिछले दिनों के समान नहीं होने वाला है। ഈ വാക്യങ്ങളെ ദൈവത്തിന്റെ ദാസൻ ഒന്ന് വായിക്കുമോ? Psalms 139 verses 13 to 17. भजन संहिता 139 का 13 से 17 तक के वचन हम पढ़ेंगे। 139 का 13 से 17। मेरे मन का स्वामी तो तू है, तूने मुझे माता के गर्भ में रचा। मैं तेरा धन्यवाद करूंगा, इसलिए कि मैं भयानक और अद्भुत रीति से रचा गया हूँ। तेरे काम तो आश्चर्य के हैं और मैं इसे भली भांति जानता हूँ। जब मैं गुप्त में बनाया जाता और पृथ्वी के नीचे स्थानों में रचा जाता था, तब मेरी हड्डियां तुझसे छिपी न थीं। तेरी आंखों ने मेरे बेडोल तत्व को देखा, और मेरे सब अंग जो दिन दिन बनते जाते थे, वे रचे जाने से पहले तेरी पुस्तक में लिखे हुए थे। मेरे लिए तो हे परमेश्वर, तेरे विचार क्या ही बहुमूल्य हैं, उनकी ആമേൻ. संख्या का जोड़ कैसा बड़ा है।
Praise the Lord. Hallelujah. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്രമാത്രം നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത തരുന്ന വാക്യങ്ങളായി ഇതെന്നറിയാമോ? ലോകത്തിലുള്ള മനുഷ്യർക്ക് നമ്മളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയുവാൻ കഴിയുമോ, കർത്താവേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അങ്ങയുടെ കണ്ണെന്നെ കണ്ടതാണ്, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ എന്നെ കുറിച്ചുള്ളതൊക്കെയും അങ്ങയുടെ പുസ്തകത്തിൽ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നുവെന്ന് ഞാൻ ഈ വചനത്തിൽ വായിക്കുന്നുവെന്ന്. मेरे भाइयों, ये कितनी दिलासा देने वाले वचन है। ये हो सकता है दुनिया के लोग हमें ना समझ पाए, हो सकता है हमारे परिवार के लोग हमें ना समझ पाए, लेकिन इस वचन में हमने इस बात को पढ़ा कि मेरे जन्म लेने से पहले तूने मुझे देखा, मेरे माँ की कोख में रचे जाने से पहले तूने मेरे दिनों को निर्धारित किया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഹല്ലേലൂയ, ജീവിതത്തിൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നാം ആയിത്തീരുവാനായിട്ട് പോകുന്നത്, ഇതൊക്കെയും നമ്മൾ അറിയുന്നതിന് മുമ്പേ കർത്താവ് മുന്നമേ അറിഞ്ഞിരിക്കുന്നു. അതിന് വേണ്ടതൊക്കെയും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. इसलिए मेरे भाइयों, इन वचनों से हमें एक बात समझ में आती है कि आगे हमारी जिंदगी में जो होने वाला है, हमारी जिंदगी के हालात जो होने वाले हैं, हमें जिन परिस्थितियों से गुजरने वाला है, उन्हें हमसे पहले जानने वाला एक परमेश्वर है, और उसके लिए जो कुछ जरूरी है वो सारा इंतजाम करने वाला हमारा एक परमेश्वर है। ഞാൻ ഒന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് പഠിക്കുവാൻ വേണ്ടതായിട്ടുള്ള പണം നമ്മൾ കണ്ടെത്താറില്ലേ? അവരുടെ വിവാഹം നടത്തി കൊടുക്കുവാൻ തക്കതായ ആവശ്യമുള്ള പണം നമ്മൾ കണ്ടെത്താറില്ലേ? ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമായിട്ടാണ് നാം കാണുന്നത്? അപ്പനും അമ്മയും അതിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഫാദർ, ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം മക്കൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കാറില്ലേ? मैं आपसे अगर एक बात पूछूं मेरे भाई और बहनों, क्या हम अपने बच्चों की पढ़ाई लिखाई के लिए इंतजाम नहीं करते? जब उनकी शादी का समय होता है, क्या हम उनके लिए इंतजाम नहीं करते? क्या एक माता और पिता की जो जिम्मेदारी है, क्या हम उसको निभाते नहीं हैं? അതുപോലെ അത്യുന്നതനായ പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടിയുള്ളതൊക്കെയും മുന്നമേ കരുതി അതാത് സമയങ്ങളിൽ അവിടുന്ന് കൊണ്ടുവന്ന് തരും നമുക്ക്. बिल्कुल उसी तरह परम प्रधान परमेश्वर अपने बच्चों के लिए पहले से इंतजाम करके रखता है, और जब जब जरूरत पड़ती है उस समय वो उनकी जरूरतों को पूरा करता है, उनके सामने लाता है। നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള അടുത്ത 1 വർഷത്തേക്കുള്ളത്, അടുത്ത 2 വർഷത്തേക്കുള്ളത് ഒന്നിച്ച് നമ്മൾ ആരെങ്കിലും അവരുടെ കൈ കൊടുക്കാറുണ്ടോ? क्या हम में से कोई भी अगले 1 साल तक या अगले 2 साल तक हमारे बच्चों को जो चाहिए, क्या वो पूरा एक साथ हम अपने बच्चों को दे देते हैं? കൊടുക്കത്തില്ല. കാരണം അതാത് സമയങ്ങളിലാണ് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാറുള്ളത്. नहीं देते हैं, क्योंकि हम समय समय पर उनकी जरूरत के अनुसार उनके लिए प्रबंध करते हैं। കുഞ്ഞുങ്ങളെ നോക്കിക്കേ, അവർ നിരാശപ്പെടാറില്ല, അവർ നാളെ ഓർത്ത് ആങ്ഷ്യസ് ആകത്തില്ല. കാരണം അവർക്കറിയാം അവരുടെ അപ്പൻ അല്ലെങ്കിൽ അവരുടെ അമ്മ അവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, തക്ക സമയത്ത് അവർക്കതൊക്കെ ലഭിക്കുമെന്ന്. बच्चों को देखिए, वो निराश नहीं होते हैं, कल की चिंता नहीं करते, क्योंकि उनको पता है कि मेरे पिता या मेरी माता ने मेरी जरूरतों का इंतजाम कर रखा है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്ന് നീ പറയുന്നുവെങ്കിൽ, എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നിനക്ക് ആവശ്യമുള്ളത് അതാത് സമയങ്ങളിൽ, നേരത്തെയല്ല താമസിച്ചുമല്ല, അതാത് സമയങ്ങളിൽ നിന്റെ ജീവിതത്തിൽ തരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. इसलिए अगर आप ये कहते हैं कि मैं परमेश्वर का बेटा हूं, परमेश्वर की बेटी हूं, तो आपको ये विश्वास करना है कि उसने मेरे लिए मेरी जरूरतों का पहले से ही इंतजाम कर रखा है, और ऐसा करने के लिए सामर्थ्य है हमारा परमेश्वर। ഹല്ലേലൂയ. അത് വേറൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 10, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 28-29 വാക്യങ്ങളിലേക്കൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. एक और वचन इससे जुड़ा मैं आपके सामने लाना चाहता हूँ। यूहन्ना का सुसमाचार 10वां अध्याय, उसका 28वां 28 and 29. 28वां और 29वां वचन। കർത്താവിന്റെ ദാസനൊന്ന് വായിച്ചേ. यूहन्ना 10 का 28 और 29। और मैं उन्हें अनंत जीवन देता हूँ, वे कभी नष्ट न होंगी, और कोई उन्हें मेरे हाथ से छीन न लेगा। मेरा पिता जिसने उन्हें मुझको दिया है सबसे बड़ा है, और कोई उन्हें पिता के हाथ से छीन नहीं सकता। ആ വാക്യങ്ങളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഒന്ന്, യേശു കർത്താവ് പറയുന്നു, എന്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചു പറിക്കുകയില്ല.
രണ്ടാമത് 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയുകയുമില്ല. इन वचनों को ध्यान से देखिए। एक तो 28वें वचन में यीशु कहता, कोई उन्हें मेरे हाथ से छीन न लेगा। 29वें वचन में कहता है, मेरे पिता के हाथ से उन्हें कोई छीन नहीं सकता। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ, എന്റെ ഒരു കയ്യിൽ പിതാവ് പിടിച്ചിരിക്കുകയാണ്, മറ്റേ കയ്യിൽ യേശു കർത്താവ് പിടിച്ചിരിക്കുകയാണ്. इसका मतलब क्या है आपको पता है मेरे भाइयों? मेरा ये मानना है कि मेरे एक हाथ को पिता ने पकड़ रखा है और दूसरे हाथ को प्रभु ने, यीशु ने पकड़ रखा है। ഈ ലോക ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ശരി, എന്റെ ഭാവിയിൽ ഞാൻ എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാലും ശരി, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നുവെങ്കിലും ശരി, ഞാൻ ഇത് വിശ്വസിക്കണം, എന്റെ ഒരു കയ്യിൽ എന്റെ പിതാവ് സർവശക്തനായ ദൈവം, കഴിഞ്ഞ നാളുകളിൽ നാം കേട്ടതുപോലെ അത്യുന്നതനായ ദൈവം എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു, എന്റെ മറുകരത്തിൽ സർവശക്തനായ യേശു കർത്താവ് പിടിച്ചിരിക്കുന്നു. मेरी जिंदगी में चाहे कुछ भी क्यों ना हो, आने वाले मेरे कल के हालात चाहे कुछ भी हो, चाहे किसी भी परिस्थितियों से मुझे इस दुनिया में क्यों ना गुजरना पड़े, मुझे इस बात पर विश्वास करना है कि मेरे एक हाथ को मेरे पिता ने, प्रेमी पिता ने पकड़ रखा है और दूसरा मेरा हाथ सर्वशक्तिमान यीशु ने थाम रखा है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് വിശ്വസിക്കുവാൻ നിങ്ങൾ ധനവാനായിരിക്കണമെന്നില്ല, ഇത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല, ഇത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ജോലി വേണമെന്നില്ല, ഇത് വിശ്വസിക്കണമെങ്കിൽ വലിയ ഭൂ ഉടമയാകണമെന്നില്ല. ഏത് സാധാരണ വ്യക്തിക്കും താഴ്മയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കുവാൻ കഴിയും. मेरे भाइयों, इस बात पर विश्वास करने के लिए धनी होना जरूरी नहीं है, इस बात पर विश्वास करने के लिए पढ़े लिखे होना जरूरी नहीं है, इस बात पर विश्वास करने के लिए बड़ी नौकरी वाला होना जरूरी नहीं है, इस बात पर विश्वास करने के लिए बड़ी जमीन का मालिक होना जरूरी नहीं है। आप चाहे कितने भी नम्र हो, कितने भी छोटे हो, आप इस बात पर विश्वास कर सकते हैं। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പനും അമ്മയും കൂടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ പോയെന്ന് കരുതിക്കോ, റോഡിൽ കൂടെ ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൻ കുഞ്ഞിന്റെ ഒരു കയ്യിൽ പിടിക്കും, അമ്മ മറ്റേ കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ചില കുഞ്ഞുങ്ങളോട് ഊഞ്ഞാൽ ആടുന്നത് പോലെ അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ കിടന്ന് ആടുന്നത് കാണാൻ പറ്റും. क्या आपने कभी देखा है कि मान लीजिए एक माता पिता अपने छोटे बच्चे के साथ में सड़क पर जा रहे हैं, वो सड़क को जब पार करते हैं, तो क्या आपने वो देखा या फिर कभी आपके साथ ऐसा हुआ है कि माँ एक हाथ को पकड़ती है, पिता एक हाथ दूसरे हाथ को पकड़ते हैं, और कुछ बच्चे उस समय क्या करते हैं, माँ बाप के हाथों में झूला झूलने लगते हैं। എത്ര വലിയ റോഡ്, തിരക്കുള്ള റോഡാന്ന് പറഞ്ഞാലും, എത്ര വലിയ വണ്ടി വരുന്നെന്ന് പറഞ്ഞാലും, ആ കുഞ്ഞ് ഊഞ്ഞാലാടിക്കൊണ്ട് റോഡിന് അപ്പുറത്ത് കിടക്കും. ആ കുഞ്ഞിന് അറിയത്തില്ല താൻ അപകടത്തിലൂടെയാണ് റോഡ് ക്രോസ് ചെയ്തതെന്ന്. ആ കുഞ്ഞ് മനസ്സിലാക്കത്തില്ല, കാരണം അവൻ എൻജോയ് ചെയ്യുകയായിരുന്നു അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ. वो सड़क चाहे कितनी भी व्यस्त क्यों ना हो, उस पर चाहे कितनी भी बड़ी गाड़ियां क्यों ना आ रही हो, उस बच्चे को उसकी कोई चिंता नहीं है। वो झूला झूलते हुए बड़े आनंद से अपने माता पिता के हाथों को पकड़े हुए उस खतरे की उस जगह को पार करता है। उसको ये अंदाजा तक नहीं है कि वो कितनी खतरनाक जगह में से सड़क को पार कर रहा है। ഇത് തന്നെയാ ദൈവമക്കളെ, വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ എന്റെ ഒരു കരത്തിൽ പിതാവ് പിടിച്ചിരിക്കുന്നു, എന്റെ മറ്റേ കരത്തിൽ യേശു കർത്താവ് പിടിച്ചിരിക്കുന്നു, ഈ ബോധ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഓരോ നാഴികളിലൂടെ കടന്നു പോകുമ്പോഴും അപകടത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോയാലും ഞാൻ ഏകനല്ല, ഏകയല്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ആത്മാവിൽ സന്തോഷിച്ച് നമുക്ക് നീങ്ങുവാനായിട്ട് കഴിയും. बिल्कुल इसी तरह से अगर हमें ये एहसास है कि मेरे हाथों को पिता ने और यीशु ने, मेरे दोनों हाथों को उन्होंने पकड़ रखा है, तो जिंदगी के चाहे किसी भी परिस्थिति से होकर हम गुजरे, चाहे किन्हीं भी खतरों के बीच में से होकर हम गुजरे, हम आनंद के एहसास के साथ आगे बढ़ सकते हैं, क्योंकि हमें पता है कि मेरे हाथों को पिता ने और परमेश्वर ने थाम रखा है। ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വലിയ വീടുകൾ ഉണ്ടാകണമെന്നില്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വലിയ ജോലി ഇല്ലായിരിക്കും, വീട്ടിൽ വാഹനങ്ങളൊന്നും ഇല്ലായിരിക്കും. എന്നാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാള് കഴിഞ്ഞ നേരം പട്ടിണി കിടന്നവരായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ ഇല്ലാതിരുന്നവരായിട്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? आपके पास शायद बड़ा घर नहीं होगा, या बड़ी नौकरी नहीं होगी, या बहुत ज्यादा आप धनवान नहीं होंगे, लेकिन मेरा एक सवाल ये है कि क्या पिछले समय में, या फिर कहें तो आज दोपहर को, क्या ऐसा कोई भी व्यक्ति है जो आज दोपहर को खाना ना खा पाया हो, भूखा रहा हो? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കിടക്കുവാൻ തക്കവണ്ണം ഒരു ഇടം കിട്ടാത്തതായിട്ട് ഉണ്ടോ?
क्या हालेलूया. यहाँ क्या यहाँ पे कोई भी ऐसा है जिसके सोने का कोई ठोर, कोई ठिकाना नहीं है? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കർത്താവിനെ അറിഞ്ഞതിനു ശേഷം വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഉടുക്കുവാൻ തുണി ലഭിക്കാത്തവരായിട്ടുണ്ടോ? क्या यहाँ कोई भी ऐसा है जिसके विश्वास में आने के बाद, प्रभु को जानने के बाद, जिसके पास पहनने के कपड़े ना हो? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം വിശ്വാസത്തിൽ ഇന്നത്തെ രാത്രി ഏറ്റെടുക്കണം. ഈ കർത്താവിങ്കിലേക്ക് നീ നോക്കുന്നുവെങ്കിൽ, കർത്താവിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ, അവിടുന്ന് എന്തു വാഗ്ദത്വം ചെയ്തുവോ, നിനക്ക് തിന്നുവാനുള്ളത്, നിനക്ക് കുടിക്കുവാനുള്ളത്, നിനക്ക് ഉടുക്കുവാനുള്ളത്, നിനക്ക് ഉറങ്ങുവാനുള്ളത്, അതിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ആവശ്യങ്ങൾ അതാത് സമയം അവിടുന്ന് നിർവഹിച്ചു തരും. എവിടെയെന്ന് ഒരുപക്ഷെ, എവിടെ നിന്നെന്ന് ഒരുപക്ഷെ നിനക്ക് ഇപ്പോ അറിയില്ലെങ്കിലും അതാത് സമയങ്ങളിൽ അവിടുന്ന് ചില വ്യക്തികളെ അതിലൊരുക്കും, ചില വഴികൾ അവിടുന്ന് തുറക്കും. आज एक बात को विश्वास से हम अपने दिल में स्वीकार करें कि हमारी जो जरूरतें हैं, हमें क्या पहनना है, हमें क्या खाना है, हम कहाँ सोएंगे, ये सारी बातें पिता परमेश्वर समय समय पर हमारे लिए पूरा करता। शायद अभी आपको पता नहीं चलेगा कि वो कहाँ से, किस तरीके से पूरा कर रहा है, लेकिन उसके लिए वो कुछ इंतजाम करेगा, वो कुछ लोगों को तैयार करेगा, पर समय समय पर हमारी इन सारी जरूरतों को वो पूरा करेगा। ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. അവരെ എങ്ങനെ പഠിപ്പിക്കും, അവരുടെ വിവാഹങ്ങൾ എങ്ങനെ നടത്തും, ഇതോർത്ത് ഭാരപ്പെടുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാളെ നടക്കുവാനുള്ളത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ വചനത്തിൽ വിശ്വസിക്ക്. കർത്താവിനോട് പറ, കർത്താവേ, ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത്? അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുന്നു, അതാത് സമയങ്ങളിൽ നിന്റെ ആവശ്യങ്ങളെ ഞാൻ നടത്തി തരുവാൻ. हो सकता है मेरी बात को सुनने वाले कुछ लोग अपने बच्चों को लेकर परेशान होंगे कि हम उनको कैसे पढ़ाएंगे लिखाएंगे, हम उनकी शादी कैसे करवाएंगे। लेकिन मैं आपसे कहना चाहता हूं, आप कल होने वाली जो बात है, उन बातों को प्रभु के हाथ में सौंप दे और प्रभु से कहें कि प्रभु, मैं क्यों चिंता करूं जब तूने मुझसे कहा है कि मैं समय समय पर तेरी सारी जरूरतें पूरी करूंगा। ഇത് വിശ്വസിക്കുന്ന ദൈവ പൈതലെ, ഈ അടുത്ത നാളുകളിൽ ദൈവസഭയുടെ മധ്യത്തിൽ അത്ഭുത സാക്ഷ്യങ്ങളുമായി നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയും, അത്ഭുതകരമായി എന്റെ ആവശ്യങ്ങൾ എന്റെ കർത്താവ് നടത്തി തന്നു. अगर आप इस पर विश्वास करते हैं परमेश्वर के जनों, तो आने वाले दिनों में आप कलीसिया के बीच में खड़े होकर कहेंगे कि प्रभु ने चमत्कारी तरीके से मेरी जरूरतें पूरी की। ദൈവം വാക്കിൽ നിന്ന് മാറാത്ത ദൈവമാണ്. അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. परमेश्वर अपने वचन को पलटता नहीं है, वचन से मुकरता नहीं है, वो अपने वायदों को पूरा करने वाला परमेश्वर है। ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും തന്റെ മക്കളെ വിട്ടുപോകാതെ അവരോടൊപ്പം നിൽക്കുന്നവനാണ് അവരുടെ പിതാവായ കർത്താവ്. जिंदगी के हर हाल में अपने बच्चों को छोड़कर न जाने वाला, उनके साथ रहने वाला है हमारा प्रेमी पिता परमेश्वर। അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈവൻ ഇഫ് ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഐ ഷാൽ നോട്ട് ബി അഫ്രൈഡ്, യു ആർ വിത്ത് മീ. ഞാൻ ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. इसीलिए भजनकार ये कहता है, चाहे मैं घोर अंधकार से भरी हुई तराई में से होकर भी क्यों न चलूं, तो भी न डरूंगा, क्योंकि तू मेरे साथ है। So we need to have perfect security in the hands of the Lord. तो प्रभु के हाथों में एक सिद्ध सुरक्षा हमारे लिए है। ആ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ജീവിക്കാൻ കഴിയാതെ വരും. अगर वो सुरक्षा हमारे पास नहीं है मेरे भाइयों, तो हमारे लिए जीना मुश्किल हो जाएगा। ആ സുരക്ഷമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത്. जब हम हमारे स्वर्ग के पिता जब हम कहते हैं, तो वही सुरक्षा हमारे दिल में महसूस होनी चाहिए। ആ സുരക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ധൈര്യത്തോടെ ഈ സുവിശേഷവുമായി മറ്റൊരാളുടെ അടുക്കിലേക്ക് പോകുവാൻ നമുക്ക് കഴിയുക. वो सुरक्षा जब हमारे अंदर आती है, केवल तभी हम हिम्मत के साथ इस सुसमाचार को लेकर दूसरे के पास जा सकते हैं। ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നു, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ധൈര്യത്തോടെ ആ വ്യത്യാസം പറയണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ആരെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. अगर कोई आपसे ये सवाल करे कि मेरे और तुम्हारे परमेश्वर में क्या फर्क है, और हिम्मत के साथ अगर उसको उत्तर देना है, तो पहले हमें पता होना चाहिए कि हमारा स्वर्ग का पिता कौन है। ഹല്ലേലൂയ. ഇനി വീണ്ടും ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ ആ ഭാഗം അവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. एक और बात बताकर मैं उस हिस्से को वहां रोकना चाहता हूं। കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞത് സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. प्रभु ने जो प्रार्थना सिखाई, उसमें प्रभु ने ये नहीं कहा कि हे मेरे पिता तू जो स्वर्ग में है, बल्कि उसने कहा हे हमारे पिता तू जो स्वर्ग में है। ഇത് ഒരു ഫാമിലി പ്രയർ ആണ്. ये एक पारिवारिक प्रार्थना है।
ദൈവസഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ, വിശ്വാസത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നാം ദൈവത്തിന്റെ കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത്. हम जब परमेश्वर की कलीसिया में आते हैं, हम जब विश्वास में आते हैं, तो हम परमेश्वर के परिवार के सदस्य बनते हैं। ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ 5 മക്കളുണ്ടെന്ന് കരുതിക്കോ. ഈ 5 മക്കളിൽ ഏറ്റവും പ്രാധാന്യമുള്ള മോനോ മോളോ ഏതാ? मान लो आपके घर में 5 बच्चे होंगे, उन पांचों में से सबसे महत्वपूर्ण बेटा या बेटी कौन सा है, कौन सी है? ഒരു സ്നേഹിക്കുന്ന പിതാവിനോടോ സ്നേഹിക്കുന്ന മാതാവിനോടോ ചോദിച്ചാൽ അവർ പറയും ഈ 5 പേരും ഞങ്ങൾക്ക് ഒരുപോലാണെന്ന്. एक प्रेम करने वाले पिता से प्रेम करने वाली माँ से पूछोगे तो वो दोनों यही बोलेंगे कि ये पांचों हमारे लिए एक जैसे हैं। അതുപോലെ തന്നെയാണ് ദൈവസഭയുടെ മധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ദൈവസഭയുടെ മധ്യത്തിലുള്ള എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. बिल्कुल उसी तरह जब हम परमेश्वर की कलीसिया में आते हैं, तो परमेश्वर की कलीसिया में जितने भी लोग हैं वो सब के सब परमेश्वर के लिए एक समान हैं। അവിടെ വലിയവനും ചെറിയവനും എന്നില്ല, അവിടെ വലിയവളും ചെറിയവളും എന്നില്ല. वहां कोई छोटा बड़ा या छोटी बड़ी नहीं है। വിദ്യാഭ്യാസമുള്ളവനെന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്നുമില്ല, സമ്പത്തുള്ളവനെന്നും സമ്പത്തില്ലാത്തവനെന്നുമില്ല. वहां कोई साक्षर या निरक्षर नहीं है, कोई धनवान या गरीब नहीं है। വലിയ കുടുംബത്തിൽ ജനിച്ചവരെന്നില്ല, ചെറിയ കുടുംബത്തിൽ ജനിച്ചവരെന്നില്ല, വലിയ പാരമ്പര്യത്തിൽ ജനിച്ചവരെന്നില്ല, ചെറിയ പാരമ്പര്യത്തിൽ ജനിച്ചവരെന്നില്ല. बड़े परिवार में जन्म लेने वाला या छोटे परिवार में जन्म लेने वाला ये फर्क नहीं है, बड़ी परंपराओं में जन्म लेने वाला या छोटे परंपराओं में जन्म लेने वाला ये फर्क नहीं है। ദൈവത്തിന്റെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിന്റെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം വിളിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. हम जब परमेश्वर की कलीसिया में आते हैं, उसकी संगति में जब आते हैं और जब हम उसको हे हमारे स्वर्ग के पिता कहते हैं, तो हम सब उसके बेटे बेटी हैं। ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മധ്യത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി ഉണ്ടെന്ന് കരുതിക്കേ, ഏതെങ്കിലും റോയൽ ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തി ഉണ്ടെന്നൊന്ന് കരുതിക്കേ. मान लीजिए आपके बीच में कोई बहुत बड़े परिवार में जन्मा हुआ व्यक्ति है, मान लो किसी शाही परिवार में जन्मा हुआ कोई व्यक्ति हमारे बीच में है। ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? മണ്ണിലേക്കല്ലേ പോകുന്നത്? उस व्यक्ति की मौत के बाद वो कहाँ जाएगा? क्या वो मिट्टी में नहीं मिलेगा? ആ മരണത്തിന് ശേഷം ആ വ്യക്തി പോകുന്നിടം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. मौत के बाद वो व्यक्ति जिस जगह जाने वाला, या तो वो जगह स्वर्ग होगी या नरक। ആ സ്വർഗത്തിലോ ആ നരകത്തിലോ ചെന്ന് ആ വ്യക്തിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഉന്നത കുടുംബത്തിലായിരുന്നു നാട്ടിൽ താഴെ ജനിച്ചതെന്ന്? उस स्वर्ग या नरक में जाने के बाद क्या वो व्यक्ति ये कह सकता है कि मैं जब दुनिया में था तब शाही परिवार में बहुत बड़े घराने में जन्मा था? അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കരുതുന്നുണ്ടോ? अगर वो वहां पे ऐसा बोलता भी है, तो क्या आपको किसी को लगता है कि ऐसा बोलने से वहां पे कोई फर्क पड़ेगा? ഒന്നും ഉണ്ടാകുകയില്ല സഹോദരങ്ങളെ. ഇതെല്ലാം കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് ഭൂമിയിലെ ഭോഷന്മാരായ മനുഷ്യരാണ്. कोई फर्क वहां नहीं पड़ने वाला है मेरे प्रियो। ये सिर्फ यहाँ के इस धरती के जो मूर्खों की सोच है, उनकी सिर्फ कल्पनाएं हैं। ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് എന്റെ കയ്യിലിരുന്ന കാര്യമല്ല, ഞാൻ അറിഞ്ഞതുപോലുമല്ല. मैं जिस परिवार में जन्मा हूँ, उसके वो मेरे हाथ में नहीं था, मुझे तो इसके बारे में कुछ पता भी नहीं है। അത് എന്റെ കയ്യിലായിരുന്നുവെങ്കിൽ എനിക്ക് പുകഴുവാൻ തക്കവണ്ണം കാരണമുണ്ടായിരുന്നു. എന്റെ കയ്യിലില്ലാത്ത ഒരു കാര്യം ഓർത്ത് ഞാൻ എങ്ങനെയാ പുകഴുന്നത്? अगर जिस परिवार में जन्म लेना वो मेरे बस की बात होती, तो उसमें घमंड करने लायक भी कुछ होता। जब मेरे बस की बात है ही नहीं, तो फिर घमंड किस बात का? ഒരു വ്യക്തി ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൽ പാവപ്പെട്ട അപ്പന്റെയും അമ്മയുടെയും മകനായി ജനിച്ചത് ആ വ്യക്തി തെരഞ്ഞെടുത്ത വഴിയാണോ? അല്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിരാശപ്പെടേണ്ട കാര്യവുമില്ല. अगर कोई व्यक्ति एक गरीब परिवार में गरीब माँ बाप की संतान के जो रूप में जन्मा है, तो क्या उसने इस बात को चुना? नहीं। तो जब उसने नहीं सुना, तो फिर उसको परेशान होने की क्या जरूरत इसके बारे में? ഞാൻ നിങ്ങളോടൊരു വലിയ രഹസ്യം പറയട്ടെ സഹോദരങ്ങളെ. एक बड़ा भेद मैं आपको बताता हूँ भाइयों। ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ എവിടെ താൻ ജനിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം മുന്നമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. इस दुनिया में, इस धरती पर जन्म लेने वाले सिर्फ एक व्यक्ति को ही पहले से ये चुनने का अधिकार था कि उसे कहाँ जन्म लेना है, അത് നമ്മുടെ യേശു കർത്താവായിരുന്നു. और वो हमारा प्रभु यीशु था।
ആ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവിന് തെരഞ്ഞെടുക്കാമായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രഭു കുടുംബമോ ഏറ്റവും വലിയ രാജകുടുംബമോ കർത്താവിന് ഇഷ്ടമുള്ള കുടുംബത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുവാനുള്ള അധികാരവും അവകാശവും അവിടത്തേക്ക് ഉണ്ടായിരുന്നു. स्वर्ग से इस धरती पर आने से पहले हमारे प्रभु को ये अधिकार था कि वो चुन ले कि वो किस हाकिम के घर में पैदा होगा या किस बड़े राजा के घर में पैदा होगा या अपनी पसंद के किस परिवार में पैदा होगा। ये चुनने का अधिकार उसके पास था। പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു കർത്താവ് ഏത് കുടുംബവും ഏത് അവസ്ഥയുമാ സ്വയം തെരഞ്ഞെടുത്തത്? पर मैं आपसे एक सवाल अगर पूछूं तो प्रभु यीशु ने किस परिवार को चुना, किन हालातों को चुना? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കാലിത്തൊഴുത്തിൽ ജനിച്ചവരായിട്ടുണ്ടോ? यहाँ कोई भी ऐसा बैठा है जिसने चरनी में जन्म लिया हो? ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? വഴിമധ്യേ ഏതെങ്കിലും വാതുക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും തെരുവിലോ ജനിച്ചു വീണവരായിട്ട് നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? क्या यहाँ कोई भी ऐसा है जो किसी रास्ते में, सड़क पर या किसी दरवाजे के बाहर जन्मा हो? യേശു കർത്താവ് ജനിച്ചത് എവിടെയാണെന്നറിയാമോ? കാലിത്തൊഴുത്തിലാണ്. അപ്പുറത്ത് നമുക്കൊരു കാലിത്തൊഴുത്തിന്റെ രീതി അറിയാൻ പറ്റും. അപ്പുറവും ഇപ്പുറവും കന്നുകാലികൾ നിൽക്കുന്നു. ചാണകം, അത് തിന്ന പുല്ലിന്റെയും വൈക്കോലിന്റെയും പാട് അതിനകത്താണ് ഹല്ലേലൂയ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, സർവശക്തനായവൻ, മഹാധികാരിയായ സർവാധിപതിയും പരമാധികാരിയുമായവൻ ജനിച്ചത്. वो प्रभु यीशु मसीह एक चरनी में जन्मा, और चरनी के हालात हम जानते हैं कि इधर उधर हर तरफ गाय बैल खड़े हैं। उन्होंने जो चारा खाया है वो है, गोबर वहां पड़ा, उन सब के दाग वहां पे हैं। और वो परम प्रधान परमेश्वर, सर्वोच्च अधिकारी, वो सर्व प्रधान परमेश्वर, वो उस चरनी के अंदर जन्म लेता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇനിയും ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ വെറും പാവപ്പെട്ടവനാണെന്ന്, ഞാൻ വെറും സാധാരണക്കാരനാണെന്ന്, ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. അത് ചിന്തിക്കുന്ന നിമിഷം ഈ കർത്താവിനെ നിങ്ങൾ ഓർക്കണം. मेरे भाइयों और बहनों, अब से कभी भी ये मत सोचना या कहना कि मैं तो बेचारा हूं, मैं बहुत गरीब हूं, मैं बहुत छोटे से परिवार में पला बड़ा हूं, मैं कंगाल हूं। जब भी आप ऐसा बोलते या सोचते हैं तो इस प्रभु को आपको याद करना है। ഹല്ലേലൂയ. അതുകൊണ്ട് സഭയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ഒരുപോലെയുള്ളവരാണ്. तो जब हम कलीसिया में आते हैं, कलीसिया में सब के सब एक जैसे होते हैं, बराबर അതുകൊണ്ട് होते हैं। അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ നമുക്കുള്ള സ്നേഹം സഭയ്ക്കുള്ളിൽ ആ സ്നേഹം ഉണ്ടായിരിക്കണം. इसीलिए एक परिवार में जैसे प्रेम होता है, कलीसिया में भी वैसा ही प्रेम होना चाहिए। എന്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തി, ഇപ്പുറത്തിരിക്കുന്ന വ്യക്തി, മുമ്പിലും പുറകിലും ഇരിക്കുന്ന വ്യക്തി ഞങ്ങൾ സഹോദരങ്ങളാണ് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. मेरे दाएं बाएं आगे पीछे जो व्यक्ति बैठे हैं वो हम आपस में भाई हैं, ये एहसास हर एक व्यक्ति को होना चाहिए। ഈ ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളും കല്ലറ കൊണ്ട് തീർന്നു പോകും. इस दुनिया के सारे रिश्ते कब्र तक ही चलते हैं, वहां खत्म हो जाते हैं। അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ബന്ധം, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളെല്ലാം മരണം കൊണ്ടില്ലാതെയാകും. माँ बाप का बच्चों के साथ में रिश्ता, पति का पत्नी के साथ में रिश्ता, भाई बहन का आपस में रिश्ता, ये सब के सब सिर्फ मौत तक चलते हैं, उसके साथ खत्म हो जाते हैं। നമ്മൾ എത്രമാത്രം പരസ്പരം ഈ ഭൂമിയിൽ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും, പരസ്പരം എത്രമാത്രം കടപ്പെട്ടെന്ന് പറഞ്ഞാലും, മരിച്ചടക്കുന്ന സമയത്ത് ആ ശവപ്പെട്ടിയുടെ മേല് ഒരു പിടി മണ്ണ് വാരി അവസാനമായിട്ടിടുമ്പോൾ ആ ബന്ധം അവിടെ തീരുകയാണ്. इस दुनिया में रहते समय चाहे हम आपस में कितना भी प्रेम करें, चाहे एक दूसरे की कितनी भी परवाह करें, लेकिन मरने के बाद, कब्र में डालने के बाद एक मुट्ठी मिट्टी डाल दिया, वहां पे हमारा रिश्ता खत्म। എന്നാൽ ഒരിക്കലും തീരാത്ത ബന്ധം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സഭയിലുള്ള ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. അത് നിത്യതയിൽ നിലനിൽക്കുന്ന ബന്ധമാണ്. और क्या आपको पता है कि प्रभु की कलीसिया में मैं और आप जब हैं तो हमारा वो रिश्ता कभी भी खत्म नहीं होने वाला है, वो अनंत काल तक चलने वाला रिश्ता है। അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ബന്ധം ഏതാണ്? तो हमें सबसे ज्यादा महत्व किस रिश्ते को देना चाहिए? ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളെല്ലാം ആദമിൽ നിന്ന് വന്ന ബന്ധങ്ങളാണ്. इस धरती के सारे रिश्ते आदम से आए हुए रिश्ते हैं। എന്നാൽ ദൈവത്തിന്റെ സഭയിലുള്ള ബന്ധം ക്രിസ്തുവിലൂടെ വന്ന ബന്ധമാണ്. लेकिन परमेश्वर की कलीसिया में जो रिश्ता है वो मसीह से आया हुआ रिश्ता है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആദമിലുള്ള ബന്ധത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, ക്രിസ്തുവിനുള്ള ബന്ധത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്?
आप बताइए, जो रिश्ता आदम से हमें मिला है, क्या उसे हमें महत्व देना चाहिए, या जो मसीह से मिला है उस रिश्ते को हमें महत्व देना चाहिए? അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ സഭയില് വിശ്വാസ ജീവിതത്തില് നാം നമ്മുടെ സഹോദരങ്ങളോട് ശ്രേഷ്ഠമേറിയ ബന്ധത്തിൽ നിലനിൽക്കണം. इसलिए मुझे सुनने वाले भाइयों, विश्वास की जिंदगी में हमारे मसीही भाई बहनों के साथ में हमें एक उत्तम, एक श्रेष्ठ रिश्ता बनाए रखना है। കാരണം എന്തെന്ന് ചോദിച്ചാൽ, മരിച്ചതിന് ശേഷം നാം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നാം ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. क्योंकि मरने के बाद जब हम स्वर्ग में जाएंगे तो वहां भी हमें एक साथ प्रभु की आराधना करनी है। അടുത്ത 4 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 4 मिनट में मैं वचन को समाप्त करना चाहता हूँ। ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണ്. परमेश्वर के वचन में भाइयों के आपसी रिश्ते को सबसे ज्यादा महत्व दिया गया है। 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സഭയെ ഉപമിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തോടാണ്. 1 कुरिन्थियों 12वें अध्याय में परमेश्वर की कलीसिया को मनुष्य के शरीर के रूप में बताया गया है। 1 കൊരിന്ത്യർ 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശരീരം ഒരു അവയവമല്ല പലതത്രേ, ഞാൻ കൈയല്ല കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതെന്ന് വരികയില്ല. അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 1 कुरिन्थियों 12 के 14 से आगे लिखा है, इसलिए कि देह में एक ही अंग नहीं परंतु बहुत से हैं। यदि पांव कहे मैं हाथ नहीं, इसलिए देह का नहीं, तो क्या वह इस कारण देह का नहीं? इसी तरह अलग अलग अंगों के बारे में आगे लिखा गया है। 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. 18वें वचन में लिखा है, सचमुच परमेश्वर ने अंगों को अपनी इच्छा के अनुसार एक एक करके देह में रखा है। 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. 21वें वचन में लिखा है, आंख हाथ से नहीं कह सकती मुझे तेरी आवश्यकता नहीं, और न सिर पांवों से कह सकता है मुझे तुम्हारी आवश्यकता नहीं। 22-23 വാക്യങ്ങൾ ദൈവത്തിന്റെ ദാസൻ ഒന്ന് വായിച്ചേ. 22वां और 23वां वचन, परंतु देह के वे अंग जो दूसरों से निर्बल लगते हैं बहुत ही आवश्यक हैं, और देह के जिन अंगों को हम आदर के योग्य नहीं समझते उन्हीं को हम अधिक आदर देते हैं, और हमारे शोभाहीन अंग और भी बहुत शोभायमान हो जाते हैं। 25-ാമത്തെ വാക്യം പ്ലീസ്. 25 verse 25 25 verse 25. 25वां वचन, ताकि देह में फूट न पड़े परंतु अंग एक दूसरे की बराबर चिंता करें। 26 and 27 finally. 26वां और 27वां वचन, इसलिए यदि एक अंग दुख पाता है तो सब अंग उसके साथ दुख पाते हैं, और यदि एक अंग की बढ़ाई होती है तो उसके साथ सब अंग आनंद मनाते हैं। इसी प्रकार तुम सब मिलकर मसीह की देह हो और अलग अलग उसके अंग हो। ഒന്നുകൂടെ ആ വാക്യം വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. इसी प्रकार तुम सब मिलकर मसीह की देह हो और अलग अलग उसके अंग हो। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ സഭയുടെ മധ്യത്തിൽ നാം ഒരാളെ നിന്ദിക്കുമ്പോൾ നാം നിന്ദിക്കുന്നത് സഭയാകുന്ന ശരീരത്തിന്റെ ഭാഗമായ ഒരു അവയവത്തെയാണ്. मुझे सुनने वाले भाइयों और बहनों, जब हम कलीसिया के किसी एक व्यक्ति की बुराई करते हैं, निंदा करते हैं, तो हम कलीसिया रूपी शरीर के एक अंग की बुराई कर रहे हैं। നിങ്ങൾ എല്ലാവരും ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുക. मेरी विनती है कि आज सोने से पहले आप सब मत्ती 5 का 21 से आगे के वचनों को पढ़िएगा। അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. സഭയുടെ മധ്യത്തിൽ ഭിന്നത പാടില്ല. സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മൾ അവഹേളിക്കുവാൻ പാടില്ല, അവരെ മാറ്റി നിർത്തുവാൻ പാടില്ല. ഏതെങ്കിലും സഹോദരങ്ങളുമായിട്ട് നാം രമ്യതയിൽ അല്ലെങ്കിൽ അവരോട് നിരപ്പ് പ്രാപിച്ചിട്ട് വേണം യാഗമർപ്പിക്കുവാൻ വരേണ്ടത്. അങ്ങനെ വളരെ മർമ്മങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. वहां पर हमें कुछ बातें सिखाई गई है कि हमारी कलीसिया में भाइयों में आपस में फूट नहीं होनी चाहिए, हमें एक दूसरे का आदर करना है, एक दूसरे की परवाह करनी, किसी को नजरअंदाज नहीं करना है, किसी को किनारे नहीं करना है। अगर आपस में किसी के साथ मेल नहीं है तो हमें आपस में मेल मिलाप करना। ऐसी बहुत ही मुख्य बातें वहां बताई गई हैं। 18-ാം അധ്യായത്തിൽ ഞാൻ ആ വാക്യം പറഞ്ഞു നിർത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. 18 മുതൽ 18-19 വാക്യങ്ങളിൽ സാഹോദര്യ ബന്ധത്തിന്റെ മധ്യത്തിൽ ഏത് വിഷയങ്ങൾ ഒന്നിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലും കർത്താവ് അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുമെന്ന്.
और मत्ती 18 के 18 में लिखा है कि अगर आपस में भाईचारे में हम रहते हैं तो जिस विषय के लिए भी हम प्रार्थना करेंगे वो हमारे लिए हो जाएगा। ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി 18-19 വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേര് യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്, നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. देवदास मत्ती 18 का 18 से 20 तक मैं आपके लिए पढ़ना चाहता हूँ। मैं तुमसे सच कहता हूँ, जो कुछ तुम पृथ्वी पर बांधोगे वह स्वर्ग में बंधेगा, और जो कुछ तुम पृथ्वी पर खोलोगे वह स्वर्ग में खुलेगा। फिर मैं तुमसे कहता हूँ, यदि तुम में से 2 जन पृथ्वी पर किसी बात के लिए एक मन होकर उसे मांगे तो वह मेरे पिता की ओर से जो स्वर्ग में है उनके लिए हो जाएगी। क्योंकि जहां 2 या 3 मेरे नाम पर इकट्ठा होते हैं वहां मैं उनके बीच में होता हूँ। ഇതൊരു വലിയ മർമ്മമാണ് സഹോദരങ്ങളെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തിന്റെ സഭയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഒരേ ആത്മാവിൽ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാല് ദേശത്തിലെ ഹല്ലേലൂയ ദേശാധിപതികളുടെ വാഴ്ചകളെ, അവന്റെ പ്രവർത്തനങ്ങളെ, ശത്രുവിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാനും ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ കെട്ടുവാനും തക്കവണ്ണം ദൈവസഭയ്ക്ക് അധികാരമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ये एक बड़ा भेद है भाइयों। जब हम कलीसिया में एक मन एक आत्मा होकर ये प्रार्थना करते हैं कि हे हमारे पिता तू जो स्वर्ग में है, तो उस जगह के ऊपर जितनी भी अंधकार की ताकतें हैं, जितने भी शैतानी बंधन हैं, जितने भी शैतानी काम हो रहे हैं, वो सब टूट जाएंगे, बंधन हट जाएंगे, शैतानी काम रुक जाएंगे। इतना एक बड़ा अधिकार परमेश्वर ने अपनी कलीसिया को दिया है। ഇത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പിശാച് ദൈവസഭയുടെ മധ്യത്തിൽ ഭിന്നതകൾ കൊണ്ടുവരുന്നത്. और शैतान कलीसिया में फूट इसीलिए डालता है ताकि कलीसिया ये काम ना कर सके। അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം. आइए हम अपनी आंखों को प्रभु के सामने बंद करेंगे। ഇന്നത്തെ രാത്രി കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയാം. आज जो वचन हमने सुना उसके लिए हम प्रभु को धन्यवाद दें। സ്വർഗസ്ഥനായ പിതാവിനെ ആരെന്നറിഞ്ഞ് നമുക്കിനി പ്രാർത്ഥിക്കാം. अब से हम स्वर्ग के पिता को जैसा वो है वैसे जानकर प्रार्थना करें। ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ വന്നാലും അതിന്റെ മധ്യത്തിൽ പിശാചിനോട് നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികളോട് പറ, എനിക്കൊരു പിതാവുണ്ട്, എന്റെ കാര്യങ്ങളെ നിർവഹിച്ചു തരുമെന്ന് അവിടുന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. जिंदगी में चाहे कैसी भी परिस्थितियां आए, उन परिस्थितियों में हमें हतोत्साहित करने वाले शैतान को या लोगों से कहें कि मेरी जरूरतों को पूरा करने वाला, मेरी परवाह करने वाला स्वर्ग में मेरा एक पिता है। ഞാൻ എന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, തക്ക സമയത്ത് താൻ പറഞ്ഞ വാക്കുകളെ അവിടുന്ന് നിവർത്തിക്കുമെന്ന്. मैं अपने समय का इंतजार कर रहा हूं और बिल्कुल उचित समय पर परमेश्वर अपने वायदे को पूरा करेगा। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ജനത്തെ पवित्र അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദാസനും അടിയനും ഒരുമിച്ച് വീണ്ടും ഒന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ വചനം അങ്ങയുടെ ജനത്തെ പണിയുന്നതും അവരുടെ ബലം വർദ്ധിപ്പിക്കുന്നതും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതുമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ചു നിർത്തിക്കാം. पिता परमेश्वर, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु। हमसे एक बार फिर से वचन के द्वारा बातचीत करने के लिए धन्यवाद प्रभु। परमेश्वर धन्यवाद करते हैं, वचन के गूढ़ रहस्यों को आपने हमें समझाया। परमेश्वर आप हमारे पिता हैं, आप हमारी जरूरतों को पूरा करने वाले हैं। हम आपस में भाई हैं प्रभु, हम आपस में एक देह के अंग हैं प्रभु। एक बड़ा रहस्य जो आपने हमें बताया अपने दास के माध्यम से, हम आपका धन्यवाद करते हैं। आपके वचनों को एक बार फिर से आपने याद दिलाया, धन्यवाद प्रभु। उस वचन को परमेश्वर मानते हुए, उस पर विश्वास करते हुए प्रभु, आपस में एकता के साथ, एक मन के साथ, एक आत्मा में आगे बढ़ने में आप हमारी मदद करें। और इस दुनिया में परमेश्वर जब हम जी रहे हैं प्रभु, शैतानी बंधनों को तोड़ते हुए, शैतानी अधिकारों को तोड़ते हुए प्रभु जी, उसके कामों को नाश करते हुए आपके राज्य की बढ़ोतरी के लिए हम काम करने वाले बनने पाए। सारा आदर, सारी महिमा हम आपके नाम को देते हैं। आपके दास को प्रभु एक बार फिर से हम आपके नाम से आशीष देते हैं। बहुत आयत से आशीष दे और बहुतों के लिए एक बड़ी आशीष का कारण बना। वचन के अभिषेक से प्रभु और ज्यादा अभिषेक से अपने दास को भर। सारा आदर, सारी महिमा हम आपको देते हैं प्रभु, यीशु मसीह के नाम से मांगते हैं, आमीन। ആമേൻ. God bless you all. प्रभु आप सबको आशीष दे। जय मसीह।